അപ്പോൾ നമ്മൾ സ്ക്രാംബ്ലർ 411 ചെയ്ത് അതേ സ്ഥലത്താണ് നമ്മൾ ഇന്നിവിടെ ഉള്ളത്. പക്ഷേ ഇന്ന് നമ്മളെടുത്ത് റോയൽ എൻഫീൽഡ് തന്നെ മറ്റൊരു വണ്ടിയാണ്, അതായത് റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിക് 350 എന്ന് പറഞ്ഞ വണ്ടിയാണ്. ബോറടിപ്പിക്കാതെ നമുക്ക് സ്ട്രേറ്റ് സ്പെക്കിലേക്ക് കിടക്കാം. 349cc സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് എഞ്ചിനാണ് വരുന്നത്. നമ്മളെ പഴയ റോയൽ എൻഫീൽഡ്സ് ഒക്കെ വന്നത് UCE എഞ്ചിനായിരുന്നു. എന്നാൽ ഇത് വരുന്നത് നമ്മളെ നോർമൽ ബൈക്സൊക്കെ പോലെ SOHC എഞ്ചിൻസ് ആണ് വരുന്നത്. 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത്. വണ്ടിയുടെ പവർ ഫിഗേഴ്സ് എന്ന് വെച്ചാൽ 20.2 bhp at 6000 rpm, ടോക്ക് എന്ന് വെച്ചാൽ 27 Nm at 4000 rpm ആണ് വരുന്നത്. ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 13 litres ആണ്. 2.6 റിസർവ് ആണ് വരുന്നത്. വണ്ടിയുടെ മൈലേജ് 35 പറയുന്നുണ്ട്. 45 കിട്ടിയ ആൾക്കാരുണ്ട് കേട്ടോ. ലോങ്ങിൽ 45 കിട്ടിയ ആൾക്കാരുണ്ട്. സീറ്റായിട്ട് വരുന്നത് 805 mm ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് 170. 195 കിലോ ആണ് വെയിറ്റ് വരുന്നത്. വണ്ടി സൈഡ് സ്റ്റാൻഡിൽ നിന്ന് എടുക്കുമ്പം വെയിറ്റ് ഒന്നുമില്ല, ഓടിക്കുമ്പോഴും അത്ര വെയിറ്റ് തോന്നൂല. പക്ഷെ നമ്മളൊന്ന് ബാക്കോട്ട് എടുക്കുമ്പം നമുക്ക് ആ ഒരു വെയിറ്റ് നല്ലപോലെ ഫീൽ ചെയ്യും. ഡുവൽ ചാനൽ ABS ആണ് വരുന്നത്. ഫ്രണ്ടിലെ ഡിസ്ക് വരുന്നത് 300 mm, ബാക്കിലെ ഡിസ്ക് വരുന്നത് 270 mm ആണ്. പിന്നെ ഫ്രണ്ടിൽ 19 inch 190 സെഷൻ ട്യൂബ് ടയേഴ്സ് ആണ് വരുന്നത്. C8ൻ്റെ ടയേഴ്സാണ് വരുന്നത്, രണ്ടും C8ൻ്റെ വരുന്നത്. ബാക്കിൽ 18 inch 120/80 സെഷൻ ടയേഴ്സാണ് വരുന്നത്. പിന്നെ C8 ആയതുകൊണ്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല, റോഡിൽ ഓടിക്കുമ്പം നല്ല ഗ്രിപ്പ് ഉണ്ടാവും. ഫ്രണ്ടിൽ വരുന്നത് 40 mm ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ്. 130 mm ആണ് ട്രാവൽ വരുന്നത്. പിന്നെ ബാക്കിൽ ട്വിൻ സസ്പെൻഷനാണ് വരുന്നത്. നമ്മൾ നോർമലി റോയൽ എൻഫീൽഡ് ക്ലാസിക്സിലൊക്കെ കണ്ട പോലെ തന്നെ 2 സസ്പെൻഷൻ വരുന്നുണ്ട്. അതും 6 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ്. വണ്ടി വരുന്നത് 5 വേരിയൻസും 11 കളേഴ്സുമാണ്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വണ്ടി ഓവറോൾ ലുക്കൊക്കെ നമ്മളെ പഴയ ക്ലാസിക്കിൻ്റെ സെയിം ലുക്സാണ് വരുന്നത്. പക്ഷേ ഓടിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതായത് ആ ചെറിയ ചെറിയ വൈബ്രേഷൻസ് ഒന്നുമില്ല. ഞാൻ പണ്ടൊരു ഊട്ടി ട്രിപ്പ് അടിച്ചപ്പോൾ അതിൽ ഒരു 350 ഓടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ അകത്ത് ഇരുന്നപ്പം അതിൻ്റെ സീറ്റ് വളരെ അവധിയായിരുന്നു. വണ്ടി ആക്സിൽ എടുക്കുമ്പോൾ നമുക്കൊരു ഫ്രീ മസാജ് ഓൺ ദ റോഡ് കിട്ടുന്നൊരവസ്ഥയാണ്. അങ്ങനത്തെ അവസ്ഥയായിരുന്നു പണ്ടത്തെ ക്ലാസിക്. പക്ഷേ ഇപ്പം വളരെ മാറ്റം വരുത്തിയിട്ടുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റ്സ് ഒക്കെ വരുന്നത് ഹാലോജൻ ആണ്. ഇവിടെ ഒരു ക്യാപ്പ് വരുന്നുണ്ട്, ഹാലോജൻ ഹെഡ്ലൈറ്റ്, ഹാലോജൻ ഇൻഡിക്കേറ്റേഴ്സ്, ഹാലോജൻ ടെയിൽ ലൈറ്റ്, എല്ലാം ഒരു റൗണ്ട് ഷേപ്പിലാണ് വരുന്നത്. ഇവിടെ ഒരു ക്രോം ഫിനിഷ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ വളരെ വലിയൊരു എക്സോസ്റ്റ് ആണ് കേട്ടോ. ഒരു സിംഗിൾ വലിയൊരു എക്സോസ്റ്റ്, വളരെ നീളമുള്ളൊരു എക്സോസ്റ്റാണ്. ബാക്കത്തെ സീറ്റായാലും ഫ്രണ്ടത്തെ സീറ്റായാലും വളരെ കംഫർട്ടാണ്. ഫ്രണ്ട് സീറ്റിലൊരു ചെറിയൊരു കേവ് ഉള്ളതുകൊണ്ട് ഇരിക്കുമ്പോൾ നമ്മളൊരു കുഴിയിലിരുന്ന് ഓടിക്കുന്ന ഒരു ഫീലൊക്കെ ഉണ്ട്. ബാക്കിൽ കുറച്ച് നേരമാണ്, ബട്ട് കുഴപ്പമില്ല. നമുക്ക് എന്താ പറയുക, ലോങ് റൈഡ്സ് വലിയ പ്രശ്നമൊന്നുമില്ല, സോഫ്റ്റ്നെസ് ഉള്ളതുകൊണ്ട്. പിന്നെ ബാക്കിൽ നമുക്കൊരു ബാക്ക് റെസ്റ്റ് വരുന്നുണ്ട്. പിന്നെ ഇത് സ്റ്റാൻഡേർഡ് വരുന്നില്ല, എക്സ്ട്രാ വരുന്നതാണ്. പക്ഷേ ഇത് വളരെ ഉപകാരം കേട്ടോ. നമ്മൾ ആക്ച്വലി റോഡിലൊക്കെ പോകുമ്പം ഈ സീറ്റിൻ്റെ സോഫ്റ്റ്നെസ്സിലും ഈ വണ്ടീൻ്റെ അകത്തും കുത്തിരിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു സേഫ് ഫീലാണ്, ഒരു കാറിലൊക്കെ ഇരുന്ന് ഓടിക്കുന്ന ഒരു ഫീലാണ്. അപ്പം നമുക്കിനി ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് കിടക്കാം. വണ്ടി ഓൺ ആക്കുമ്പോൾ തന്നെ നമുക്കിവിടെ ബാറ്ററി കാണിക്കുന്നുണ്ട്, ABS കാണിക്കുന്നുണ്ട്, ഫ്യൂൽ ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു ഡിജിറ്റൽ മീറ്റർ കാണിക്കുന്നുണ്ട്, അതിൽ ഫ്യൂവൽ കാണിക്കുന്നുണ്ട്. അതായിരുന്നു പണ്ടത്തെ റോയൽ എൻഫീൽഡ്സിൻ്റെ ഈ ബുള്ളറ്റ് സീരീസിൻ്റെ അവസ്ഥ. ഫ്യൂവൽ കാണിക്കാത്തൊരവസ്ഥ അതുവരെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഏതായാലും നല്ലൊരു കാര്യമാണ്. പിന്നെ ടൈം കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സ്ക്രാമിൽ കണ്ട പോലെ തന്നെ ഇവിടെയാണ് നമ്മളെ മോഡ് ബട്ടൺ, അതായത് I എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഓഡോമീറ്റർ ഉണ്ട്, ട്രിപ്പ് 1 ഉണ്ട്, ട്രിപ്പ് 2 ഉണ്ട്. ടൈം അത്ര തന്നെ ഉള്ളൂ. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ സ്പീഡോമീറ്റർ കിലോമീറ്റേഴ്സിലും കാണിക്കുന്നുണ്ട്, താഴെ മൈൽസ് പെർ ഹവറും കാണിക്കുന്നുണ്ട്. പിന്നെ വണ്ടിയിലെ ഹാൻഡിൽ ബാൾസിൽ വരുന്ന സ്വിച്ചസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇവിടെയാണ് നമ്മളെ കിൽ സ്വിച്ചും ഇഗ്നിഷനും വരുന്നത്. ഇതിങ്ങനെയൊക്കെയാണ് ഹസാർഡ് ലൈറ്റ് എത്തും, കാണിച്ചു തരാം. അതെ, ഹസാർഡ് ലൈറ്റ് ഉണ്ട്. ഹസാർഡ് ലൈറ്റ് ഇപ്പോൾ ആക്ച്വലി എല്ലാ വണ്ടിക്കും സ്റ്റാൻഡേർഡായിട്ട് വരുന്നുണ്ട്. അത് നല്ലൊരു ഫീച്ചറാണ്. പിന്നെ ഹൈ ബീം, പാസ്, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ മോഡ് ബട്ടൺ, ഇൻഡിക്കേറ്റേഴ്സ്, ഹോൺ. റോയൽ എൻഫീൽഡ് ആക്ച്വലി അവരുടേതായിട്ടുള്ള യൂണീക്നെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനത്തെ ഒരു സ്വിച്ചസ് വെച്ചിട്ടുള്ളത്. ആക്ച്വലി വളരെ നൈസാണ് കേട്ടോ അത്. സോ എക്സോ സൗണ്ട് കേൾക്കാം കുറച്ച്. ഒരു പൊട്ടൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ വണ്ടിയിൽ ഇരിക്കുമ്പോൾ തന്നെ അത് നമ്മൾ ആ സീറ്റൊന്ന് നമ്മളെന്ത് ചെയ്ത് മങ്ങളൊന്ന് ഇക്കിലേക്കും. എന്താ പറയുക, നല്ല സോഫ്റ്റ് ആട്ടോ സീറ്റ് ആക്ച്വലി. പിന്നെ ഈ ഗ്രിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഇരിക്കുമ്പം കുറച്ച് എന്താ പറയുക, ഒരു ടാങ്ക് തട്ടിയിട്ട് സ്ലിപ്പ് ആവണ ഒരു പ്രശ്നമില്ല. വളരെ ടൈറ്റായിട്ട് തന്നെ നിൽക്കണത്. പിന്നെ വണ്ടിയുടെ ഹാൻഡിൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ അതേ ഇങ്ങനെ ആയിരിക്കണം, അധികം മുന്നോട്ട് ലീനൊന്നുമില്ല. നമ്മളെ കൈയെത്തുന്ന ദൂരത്ത് തന്നെയാണ് വണ്ടി ഉള്ളത്, ഹാൻഡിലുള്ളത്.
എൻ്റെ മോനെ ഇത് റോയൽ എൻഫീൽഡ് ആണെന്ന് ആരും പറയില്ല കേട്ടോ. റോയൽ എൻഫീൽഡ് ആണെന്നല്ല, ഇത് നമ്മളെ റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിക് സീരീസ് ആണെന്ന് ആരും പറയില്ല. കാരണം എന്താ പറയാ, എന്ത് നല്ല കംഫർട്ടാ. ഞാൻ അന്ന് ആ ഒരു ഊട്ടി ട്രിപ്പ് പോയ സമയത്ത് ഇരുന്നപ്പം ഈ ഇരുത്തും എന്ത് സുഖമെന്ന് പറയുക. വളരെ എന്താ പറയുക, ആ സീറ്റിൻ്റെ സോഫ്റ്റ്നെസ് നമുക്ക് നല്ലപോലെ അറിയുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒട്ടുമില്ല. സസ്പെൻഷനും വളരെ അടിപൊളി. അപ്പോൾ ഒരു ഹമ്പ് കയറി കാണിച്ചുതരാം. ഓ നൈസ് മാൻ. ആ സീറ്റ് നല്ലപോലെ അബ്സോർബ് ചെയ്തെടുക്കുന്നുണ്ട്. സസ്പെൻഷനും നല്ലപോലെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്ക് ആ ഫ്രീ മസാജ് കിട്ടില്ല കേട്ടോ. കാരണം അത്രയ്ക്ക് റിഫൈൻഡ് ആയിട്ടുണ്ട് എൻജിൻ, നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. നമുക്ക് റോയൽ എൻഫീൽഡിൻ്റെ ആ ഒരു ടിപ്പിക്കൽ എന്താ പറയുക, പഴയ ആ ഒരു തഡില്ലെങ്കിലും വൃത്തികേടില്ലാത്തൊരു തഡ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ആ തഡ് നമ്മളെ മേത്തേക്കോ സീറ്റിലേക്കോ ഒന്നും അത്ര അടിക്കുന്നില്ല. ഫുഡ് പാക്കിൽ ചെറുതായിട്ടുണ്ട്, പക്ഷേ എന്താ പറയുക, വെറുപ്പിക്കുന്ന രീതിയിലല്ല, പഴയ ആ ഒരു രീതിയിലല്ല. നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുണ്ട്. ഈ ലോറിക്കാരൻ എപ്പോഴും ഞാനൊരു റിവ്യൂ എടുക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ഇതുപോലത്തെ ആരെയുണ്ടാവും. ശരിക്കും ഈ വണ്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെ പൊളിച്ചു കൊടുക്കേണ്ട വണ്ടിയല്ല. ഇതുപോലെ ഇങ്ങനെ ചില്ലായിട്ട് നമ്മളെന്താ പറയുക, റോഡ്സ് എൻജോയ് ചെയ്ത് വ്യൂ എൻജോയ് ചെയ്ത് ആടിപ്പാടി പോകേണ്ട ഒരു ടൈപ്പ് വണ്ടിയാണ്. വിൻഷീൽഡ് ഇല്ലാത്തതിനെക്കാട്ടും എത്രയോ ഭേദമാണ് ഒരു പൊടിക്കെങ്കിലും വിൻഷീൽഡ് ഉള്ളത്. എൻ്റെ ഈ സീറ്റിംഗ് പോസ്റ്ററിൽ ഈ വണ്ടി എടുത്ത് മാറ്റിയാൽ ഞാൻ ശരിക്കും ഒരു രാജകീയമായി ഇരിക്കുന്നൊരു ഫീലാണ്. കാല് നല്ല കംഫർട്ടബിളായി വിടർത്തി വെച്ചിട്ട്, കുറച്ച് ഫുഡ് പാക്ക് എന്ന് പറഞ്ഞാൽ മുമ്പോട്ടാണ്. അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, അധികം പെയിനൊന്നും ഉണ്ടാവില്ല ലോങ് റൈഡ്സിൽ. വണ്ടിയിൽ ഗിയർ ഇൻഡിക്കേഷൻ ഇല്ല കേട്ടോ. ഇനി അതും കൂടെ കൊണ്ടുവരാനുള്ളൂ. അതും കൂടെ കൊണ്ടുവന്നാൽ നമ്മളെന്താ പറയുക, ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലുള്ള എല്ലാ സംഭവവും റെഡിയായി. മിറേഴ്സ് ഒരു ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ കാണാൻ. വൈബ്രേഷൻസ് ഒന്നും ഫീൽ ആവുന്നില്ല, ഒരു ഡിസ്കംഫേർട്സും ഇല്ല. ഒരു 100% വണ്ടി ഒരു എന്താ പറയുക 89% വൈബ്രേഷൻസും വണ്ടി ഒഴിവാക്കി. പിന്നെ ഹയർ റെവ്സിൽ ഒരു ഇച്ചിരി ഫുഡ് പാക്കിൽ നമുക്ക് വൈബ്രേഷൻസ് അറിയും. അത് ഫുഡ് പാക്സിൽ മാത്രമേ അറിയുള്ളൂ. നമ്മൾ ഹാൻഡിലേക്കൊന്നും അത്ര പ്രശ്നമൊന്നും വരുന്നില്ല. ഹാൻഡിലൊക്കെ വളരെ കംഫർട്ട് തന്നെയാണ്. വണ്ടി ഒരു 5 സ്പീഡ് ട്രാൻസ്മിഷനാണ്. അപ്പോൾ നമുക്ക് ഈ 5th ഗിയറിൽ ഇതുപോലെ ഇങ്ങനെ ഒരു 80 സുഖമായിട്ട് ക്രൂസ് ചെയ്യാം. 80 അല്ല 120 110 എത്താമെന്നാണ് എനിക്ക് എൻ്റെ ഈ ഒരു സ്പീഡ് പോകുമ്പോൾ എനിക്ക് തോന്നുന്നത്. 120 130 എത്താം. ബട്ട് ഞാൻ ആ സ്പീഡ് വരെ ട്രൈ ചെയ്യുന്നില്ല. ബ്രേക്സ് ഒന്ന് നോക്കാം. അവിടെ വണ്ടി ഒന്നും വരുന്നില്ലല്ലോ. ബ്രേക്ക് വരുന്ന പറഞ്ഞാൽ അത്ര ഷാർപ്പൊന്നുമല്ല, പക്ഷേ സ്ലോ ആയിട്ടാണ് പിടിക്കുന്നത്. ഞാൻ ചെറിയൊരു ട്രാഫിക്കിൽ കുറച്ച് നേരം കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വണ്ടീൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് ഒരു ഹീറ്റും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അത് ഭയങ്കര ഒരു സർപ്രൈസിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ലൈക്ക് ഒരു റോയൽ എൻഫീൽഡ് വണ്ടീൻ്റെ അകത്തുനിന്ന് കുറച്ച് നേരം ഓടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീണ്ടും ഒരു ട്രാഫിക്കിലേക്ക് കുടുങ്ങുമ്പം ആ ട്രാഫിക്കിൽ നിൽക്കുന്ന സമയത്ത് കാല് പൊള്ളുന്നില്ല എന്ന് പറഞ്ഞാൽ അത് വളരെ നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ്. റോയൽ എൻഫീൽഡ് വളരെ വലിയ വലിയ മാറ്റങ്ങളാണ് വണ്ടികളിൽ കൊണ്ടുവരുന്നത്. നമ്മളെ സ്ക്രാമ്പിലും അത് ഞെട്ടിച്ചു, ഇപ്പോൾ ഈ വണ്ടിയിലും അത് ഞെട്ടിച്ചു. ഇനിയും ഞെട്ടിച്ചുകൊണ്ടിരിക്കും എന്നൊരു വിശ്വാസം. അടുത്തത് ഇനി എന്താണാവോ അവർ പ്ലാൻ ചെയ്യുന്നത്. നമ്മളെ റോയൽ എൻഫീൽഡ് ഹിമാലയൻ 650 വരുന്നുണ്ടെന്ന് പറഞ്ഞ് അത് അടിപൊളിയായ പൊളിക്കും, വേറെ ലെവലായിരിക്കും. 70-80 എന്നൊരു സ്പീഡ് എന്താ പറയുക, നമ്മൾ ഒരു തോണിയിൽ അധികം അനക്കൊന്നുമില്ലാത്ത വെള്ളത്തിലൂടെ ഇങ്ങനെ നൈസായിട്ട് പോലെ ആ ഒരു ഫീലാണ് ഇപ്പോൾ എനിക്ക്. ബൈ ദ വേ ഇന്ന് നമുക്ക് വണ്ടി തന്നത് നമ്മളെ സ്ക്രാമ്പ് തന്ന അതേ ഷോറൂമിൽ നിന്നാണ്. നമ്മളെ ബ്ലൂ മൗണ്ടൻ മോട്ടോഴ്സ് എന്നാണ് തന്നത്, കാലിക്കറ്റ് ഫ്രാൻസിസ് റോഡിലുള്ള. പെട്ടെന്ന് വണ്ടി ഒന്ന് വെട്ടിച്ചെടുക്കാനൊക്കെ കുറച്ച് പണിയാട്ടോ. അതായത് പവറിൻ്റെ അല്ല ഞാൻ പറഞ്ഞത്, അതൊന്നും നമുക്കൊന്ന് ഫ്ലിക്കൊക്കെ ചെയ്തെടുക്കാൻ അതൊരു ഇച്ചിരി എന്താ പറയുക ബുദ്ധിമുട്ട് പോലെ എനിക്ക് തോന്നി. അതിൻ്റെ പേഴ്സണൽ ഫീലിംഗ് ആണോ എന്ന് എനിക്കറിയില്ല. പണ്ടത്തെ ബുള്ളറ്റൊക്കെ ആണെങ്കിൽ നമ്മൾ സിറ്റി ട്രാഫിക്സിൻ്റെ അകത്തൊക്കെ നമ്മളൊന്ന് ഐഡിലായി നിൽക്കുമ്പം നാട്ടുകാരൊക്കെ നോക്കും. കാരണം
അതായിരുന്നു പണ്ടത്തെ ബുള്ളറ്റിൻ്റെ ആ സൗണ്ട് എന്ന് പറയുന്നത്. ഭയങ്കര ഗിഡ് 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 എന്നുണ്ട്. നമ്മളെന്താ പറയുക, എടുത്ത് നിൽക്കുന്ന ആളെ നെഞ്ചൊന്ന് വിറപ്പിക്കുന്നൊരു സൗണ്ടായിരുന്നു. പക്ഷേ ഇത് കുറച്ചൊരു മൈൽഡ് സൗണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊന്ന് ആക്സിൽ കൊടുത്താൽ മാത്രമേ സൈഡിലൊരു ബുള്ളറ്റാണെന്നുള്ളത് ആൾക്കാരറിയൂ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. 22 സെക്കൻഡ് വർത്തമാനം പറയാൻ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. സോ സബ്സ്ക്രൈബ് ദ ചാനൽ. വേണമെങ്കിൽ ഷെയർ ചെയ്യുക, വേണമെങ്കിൽ ലൈക്ക് ചെയ്യുക. ഗുഡ് ബൈ.